വന്യജീവി ആക്രമണങ്ങളിൽ വീണ്ടും മരണങ്ങളുണ്ടാകുമ്പോഴും വനം വകുപ്പ് നിഷ്ക്രിയമായിരിക്കുന്നുവെന്ന പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ മനുഷ്യ മൃഗ സംഘർഷത്തിൽ വീണ്ടും വിവാദ പരാമർശങ്ങളുമായി വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വന്യജീവി ശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരമില്ലെന്നാണ് വനം വകുപ്പ് മന്ത്രിയുടെ വിവാദ പരാമർശം. എന്നാൽ ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ പോലെ ഗവൺമെന്റ് തന്നെ ഹണ്ടിങ്ങിനുള്ള അനുമതി നൽകി നടപ്പാക്കുന്നു. ഇത് അവലംബിച്ചാൽ ഒരു പരിധിവരെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിഹാരം ആകില്ല എന്നാണ് കേരള കോൺഗ്രസ് എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി വി സേവി പറയുന്നത്. കേരളത്തിൽ ഇന്ന് വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ കൊണ്ടുള്ള മരണം കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കേരളത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ആ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവന വളരെ നിർഭാഗ്യകരമായി എനിക്ക് തോന്നി. കാരണം അദ്ദേഹം പറഞ്ഞത് വനത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന വന്യമൃഗങ്ങൾ ആളുകളുടെ ജീവൻ എടുത്താൽ അതിനെ പൂർണ്ണമായും തടയാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റു പ്രസ്താവന അദ്ദേഹത്തിൻ്റെതായി കണ്ടു. എന്തിനാണ് ആളുകൾ, ആദിവാസികളല്ലാത്ത ആളുകൾ എന്തിനാണ് വനത്തിനുള്ളിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു. വനത്തിനുള്ളിലേക്ക് പോകാൻ ചില സ്ഥലങ്ങളിൽ ഗവൺമെൻറ് പാസ് കൊടുത്ത് തന്നെ ആളുകളെ വിടുന്നുണ്ട്. ഗവി പോലുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം. അപ്പം അതൊന്നും വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ ഉള്ള വഴികളൊന്നുമല്ല. നമ്മുടെ ബഹുമാനപ്പെട്ട വനം വകുപ്പിൽ കുറെ കൂടെ ഉത്തരവാദിത്വത്തോടെ സംസാരിക്കേണ്ടതായി. ഇന്ന് കേരളത്തിലെ വനം വകുപ്പിന്റെ അനാസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ഉപദ്രവം കൂടുവാൻ കാരണം കാടുകളിൽ വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, അതുപോലെ ജർമ്മനി, അതുപോലെ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ 4-5 വർഷം കൂടുമ്പോൾ അവിടെ ഗവൺമെന്റ് തന്നെ ഹണ്ടിങ്ങിനുള്ള അനുമതി കൊടുക്കും, വന്യമൃഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തി നിർത്തുവാൻ വേണ്ടി. ഇന്ത്യയിൽ, കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനം നമുക്കില്ല. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ കാടിറങ്ങി നാട്ടിലേക്ക് അവരുടെ ഇരയെ കണ്ടെത്തുവാൻ വേണ്ടി ഇറങ്ങുകയാണ്. കാരണം ഒരിക്കൽ കാടിറങ്ങിയ വന്യമൃഗങ്ങൾ, നാട്ടിലേക്ക് വന്ന വന്യമൃഗം ഒരിക്കലും തിരിച്ചു പിടിച്ച് കാട്ടിൽ കൊണ്ടുവിട്ടാലും അവിടെ തന്നെ നിൽക്കത്തില്ല. കാരണം അവർക്ക് ഒരു കാര്യം മനസ്സിലാവും, നാട്ടിലാണ് ഏറ്റവും കൂടുതൽ അവർക്കുള്ള ഭക്ഷണം സമ്പാദിക്കാൻ ഏറ്റവും എളുപ്പം നാട്ടിലാണെന്ന് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ തിരിച്ച് നമ്മൾ മയക്കുപൊടി പിടിച്ചോ അല്ലെ കൂട് സ്ഥാപിച്ച് പിടികൂടപ്പെടുന്ന വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് അയച്ചാൽ തിരിച്ചു വിട്ടാൽ അവ ഒരിക്കലും അവിടെ നിൽക്കലും വീണ്ടും ഇറങ്ങി. അപ്പോൾ ഒരു കാര്യം വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വനം മന്ത്രിയും മനസ്സിലാക്കേണ്ടതുണ്ട്. വന്യമൃഗങ്ങളുടെ ജീവനേക്കാൾ വിലയുണ്ട് മനുഷ്യന്റെ ജീവൻ. ഒരു മനുഷ്യൻ കടുവയുടെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ധനസഹായം കൊടുത്തുകൊണ്ട്, കുടുംബത്തിനുള്ള ജോലി കൊടുത്തുകൊണ്ട് അവരുടെ ദുഃഖം തീരുന്നില്ല. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് വന്യമൃഗങ്ങളുടെ ഉപദ്രവം ഒരു കാലത്തും ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതിനായിട്ട് അടിയന്തരമായി ചെയ്യേണ്ടത് വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ നിലനിർത്തുവാനുള്ള നടപടികൾ ഉണ്ടാവും. വന്യമൃഗങ്ങൾ ഒരു കാരണവശാലും കാടിറങ്ങി പുറത്തേക്ക് വരാതിരിക്കണം. അതുകൊണ്ട് എന്താണോ ഗവൺമെന്റ് ചെയ്യാനുള്ളത്, വനംവകുപ്പിന് ചെയ്യാനുള്ളത്, അത് ചെയ്തേ പറ്റൂ. കാരണം കർഷകരുടെ ജീവൻ, അല്ലെ നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശത്തിലെ ആളുകളുടെ ജീവൻ വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ പൊരിയാനുള്ളതല്ല. അതുകൊണ്ട് ജനങ്ങൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ജനങ്ങൾ ശക്തിയായി പ്രതികരിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമുക്കറിയാം, ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാർ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാകുന്ന രീതിയിൽ വികസന പ്രവർത്തനം ആയാലും ശരി, മറ്റ് ക്ഷേമകാര്യത്തിലൊക്കെ ആയാലും ശരി, വളരെയധികം മുന്നോട്ട് പോയിരിക്കും. ജനങ്ങൾക്ക് അത്രയധികം നല്ല അഭിപ്രായമായി ഗവൺമെന്റിനെ കുറിച്ച്. ഈ വനം വകുപ്പിന്റെ ഇതുപോലുള്ള ചില നടപടികൾ അതിനെ ഇടയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് വനം വകുപ്പ് തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴത്തെ ഈ നിലപാട് തിരുത്തുകയും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് നാട്ടിലെ കർഷകരുടെ കൃഷിയെയും കർഷകരുടെ ജീവനെയും പൂർണ്ണമായി സംരക്ഷിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.